നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞത് 100 MCFകൾ നിർമ്മിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. മതിലകം ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്ര ലിസ്റ്റിലുള്ള 5 കുടുംബങ്ങൾക്ക് ഭൂരേഖ കൈമാറി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൗമാരക്കാരായ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചിറക്കലിൽ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് മർദ്ദനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ചിറക്കൽ സെന്ററിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. വാർത്തകൾ വിശദമായി. ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞത് 100 MCFകൾ നിർമ്മിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിന് ഹരിതകർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കി ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് 100 MCFകൾ നിർമ്മിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. പെരിന്തനം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 262 കുടുംബങ്ങൾക്കുള്ള താക്കോൽ ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. മാലിന്യം വലിച്ചെറിയുന്നവരെ സാമൂഹ്യ വിരുദ്ധരെന്ന് വിളിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ LTS മുഖേന പൂർത്തിയാക്കിയ ഇന്റലിജന്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നടത്തി. ലൈഫ് പദ്ധതിക്കായി ജനറൽ വിഭാഗത്തിനായി 6,38,54,861 രൂപയും പട്ടികജാതി വിഭാഗത്തിനായി 3,09,70,000 രൂപയുമാണ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വീതം ഉൾപ്പെടെ ചെലവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗ്രാമപഞ്ചായത്ത് വീതമായ 2.55 കോടി രൂപ ലോൺ ഇനത്തിലും കുടുംബങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കണ്ടെത്തിയിട്ടുണ്ട്. ചടങ്ങിൽ പെരിന്തനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, പെരിന്തനം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പെരിന്തനം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഇന്ന് അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷയിൽ കഴിയാൻ കാരണം ലൈഫ് ഭവന പദ്ധതിയാണ്. ഒരു വീട്ടിൽ 4 പേര് ചുരുങ്ങിയത് കണക്കാക്കിയാൽ 17-18 ലക്ഷം ആളുകൾ ഇന്ന് ഒരു വീടിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയാൻ സഹായകരമായ പദ്ധതിയാണ് ലൈഫ്. ഇപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിലെ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇതിന്റെ വലുപ്പം നിങ്ങൾക്കറിയാം. തൃശ്ശൂർ ജില്ലയിൽ മാത്രം ലൈഫ് ഭവന പദ്ധതിയിൽ ഇതുവരെ ചെലവഴിച്ച തുക 1345 കോടി 20,40,000. ഒരു ജില്ലയിലെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇതില് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി വഹിച്ച തുക 1,146 കോടി 48,40,000. കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം 198 കോടി 72 ലക്ഷം. ഇതാണ് കേന്ദ്ര സർക്കാർ. അപ്പോ 1,345 കോടിയിൽ 1,146 കോടി കേരളത്തിന്റെ വിഹിതം, 198 കോടി കേന്ദ്രത്തിന്റെ വിഹിതം. മതിലകം ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്ര ലിസ്റ്റിലുള്ള 5 കുടുംബങ്ങൾക്ക് ഭൂരേഖ കൈമാറി. മതിലകം ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 നാടോടി കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ഭൂമിരേഖ കൈമാറ്റം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നടത്തി. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. അതിദാരിദ്ര്യ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിനായി നിരവധി മൈക്രോ പ്ലാനുകളാണ് സർക്കാർ നടപ്പിലാക്കിയത്. സംസ്ഥാനത്ത് 64,006 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. അതിൽ 93% ആളുകൾ അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് ഒഴിവായി. ബാക്കി 7% ആളുകളെയും മോചിപ്പിച്ച് നവംബർ 1 അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയ 64,006 കുടുംബങ്ങൾ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടതാണ്.
ഓരോ കുടുംബത്തിനെയും അതിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രത്യേകം മൈക്രോ പ്ലാൻ തയ്യാറാക്കി. എങ്ങനെയാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുന്നത് എന്നൊരു വാർത്ത കൊടുക്കണ്ടായി. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊരൊറ്റ മാധ്യമം കൂടി വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരിങ്ങനൊരു കാര്യം നടക്കുന്നതേ അറിഞ്ഞിട്ടില്ല. കേട്ടറിഞ്ഞ് ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് ഇതൊരു ഗംഭീര സംഭവമാണല്ലോ, എങ്ങനെയാണ് നിങ്ങൾ നടപ്പാക്കുന്നത്, എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കി വിശദമായ വലിയൊരു വാർത്ത കൊടുത്തു. അതാണ് ഇതിന്റെ പ്രാധാന്യം. ഈ പഞ്ചായത്തിൽ 5 കുടുംബങ്ങളാണ് അല്ലെ, 5 കുടുംബം. വേണമെങ്കിൽ ഒരു ഗവൺമെന്റിന് പഞ്ചായത്ത് ഭരണസമിതിക്കൊക്കെ കണ്ടില്ല നടിക്കാവുന്ന എണ്ണാണ് 5 അല്ലേ. കേരളത്തിലാകെ 64,006 കുടുംബങ്ങളാണ് അതിദരിദ്രം. എത്ര ആളുകളിൽ? 3.5 കോടി മനുഷ്യർ. ഈ 64,006 ആൾക്കാരെ വേണമെങ്കിൽ കണ്ടില്ല എന്നടിക്കാം. കാരണം അവരൊരു വോട്ട് ബാങ്കൊന്നുമല്ല. അവരുടെ വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതല്ല ഗവൺമെന്റ് അതിൽ നോക്കിയത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ 64,006 കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നിരാലംബരായിട്ടുള്ള കുടുംബങ്ങളാണ്, ഏറ്റവും പിന്നിൽ ആയിപ്പോയ കുടുംബങ്ങളാണ്. അങ്ങനെ ആരും ഇവിടെ അവശേഷിക്കാൻ പാടില്ല. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മികച്ച സൗകര്യങ്ങളോട് കൂടിയ ഓഫീസ് കെട്ടിടം, വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ MCF-ൽ എത്തിക്കുന്നതിന് ഹരിതകർമ്മ സേനയ്ക്ക് നിലവിലുള്ള വാഹനത്തിന് പുറമെ 7.8 ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയ മഹീന്ദ്ര മാക്സിമോ പിക്കപ്പ് വാൻ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും സ്ഥാപിച്ച മിനി MCF ബോട്ടിൽ ബൂത്തുകൾ, ബിന്നുകൾ, 17 ലക്ഷം രൂപ ചെലവഴിച്ച് മൃഗാശുപത്രി, ഹോമിയോ ആശുപത്രി, കൃഷിഭവൻ, കൂളിമുട്ടം FHC എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റുകൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 ലക്ഷം രൂപ ചെലവഴിച്ച് 8 കോൺക്രീറ്റ് റോഡുകൾ, 125 പശുത്തൊഴുത്തുകൾ, ഔഷധ കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി 10 ഏക്കറിൽ കുറുന്തോട്ടി കൃഷി തുടങ്ങിയവയാണ് ഉദ്ഘാടനം നിർവഹിച്ച 6 പദ്ധതികൾ. ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വാർഡ് മെമ്പർമാർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൗമാരക്കാരായ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ CR സിജി, ഡോക്ടർ പ്രീമ മോൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ R സുരേഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് TA ശൈലജ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ അഡോൾസെന്റ് കൗൺസിലിംഗ് റീബ മാത്യു കുട്ടികൾക്കായി ക്ലാസും കൗൺസിലിംഗും നടത്തി. കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 100ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഫ്യൂച്ചറിൽ അമ്മയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ്. മെൻസ്ട്രേഷൻ വളരെ നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ആയിട്ട് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പം എല്ലാ മാസവും നമുക്ക് പീരിയഡ്സ് ആവാറില്ലേ? ഓക്കെ, അപ്പം എത്ര ദിവസം നീണ്ടു നിൽക്കും? ഒരു 5 to 7 days പീരിയഡ്സ് ഉണ്ടാവും. ആദ്യത്തെ 3 ദിവസമായിരിക്കും ഹെവി ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യാം. ചിലപ്പോൾ അത് മാറി മറിഞ്ഞൊക്കെ വരും. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ? ചിറക്കലിൽ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് മർദ്ദനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ചിറക്കൽ സെന്ററിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. ചിറക്കലിൽ ഓട്ടോ തൊഴിലാളി മദ്യലഹരിയിൽ യുവാവ് മർദ്ദിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം വാടക പോകുന്നതിനിടെയാണ് ചിറക്കൽ സെന്ററിലെ ഓട്ടോ തൊഴിലാളി തളികപ്പറമ്പിൽ മിഥുനെ ആക്രമിച്ചത്. മദ്യലഹരിയിലായിരുന്ന പെരുമ്പടിക്കുന്ന് സ്വദേശിയായ യുവാവാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പെരുമ്പടിക്കുന്ന് താമസിക്കുന്ന പാലിയത്താഴത്ത് 40 വയസ്സുള്ള അമീറിനെതിരെ ചേർപ്പ് പോലീസ് കേസെടുത്തു. വണ്ടിയിൽ നിന്നും ചവിട്ടി വീഴ്ത്തുകയും മാല പൊട്ടിക്കുകയും ഇടിക്കുകയും കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് ഓട്ടോ ഡ്രൈവറായ മിഥുൻ നൽകിയ പരാതിയിൽ പറയുന്നത്. പ്രതിക്കെതിരെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ മറ്റൊരു കേസ് നിലവിലുണ്ട്. നിരവധി കേസിലെ പ്രതി കൂടിയാണ് അമീർ. ഓട്ടോ ഡ്രൈവറെ അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ചിറക്കൽ സെന്ററിൽ ശനിയാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു, വിഷമിക്കേണ്ട. ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. എടത്തിരുത്തി പരിശുദ്ധ കർമ്മലനാഥ ഫെറോന ദേവാലയത്തിൽ കർമ്മലമാതാവിന്റെയും സഹ മധ്യസ്ഥനായ വിൻസെന്റ് ഡി പോളിന്റെയും ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ പയസ് ചിറപ്പണത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോഷി പാലിയേക്കര, കൈക്കാരന്മാരായ വർഗീസ് ചാലിശ്ശേരി, ഫിലിപ്പ് മീൻപറമ്പിൽ, ജനറൽ കൺവീനർ ലിജോ മാളിയേക്കൽ, പബ്ലിസിറ്റി കൺവീനർ സൈമൺ ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 20-നാണ് ഊട്ടുതിരുനാൾ. തിരുനാൾ ദിനമായ ജൂലൈ 20 ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 9 മണി മുതൽ നേർച്ച ഊട്ടുണ്ടായിരിക്കും. വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടക്കും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. കയ്പമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആദര സമ്മേളനം സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഇസഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഷാജഹാൻ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, CDS ചെയർപേഴ്സൺ റസ്മിയ മോഹൻലാൽ, കോർഡിനേറ്റർ KK സക്കറിയ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന തലത്തിൽ പോകുന്ന ഒരു ജീവിതമല്ല. അത് ഞാനും ആ ഒരു തലത്തിൽ ചില ജീവിതാനുഭവങ്ങൾ ഈ ചെറിയ കാലഘട്ടത്തിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ LLB കഴിഞ്ഞതിന് ശേഷമാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞത്. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ ആദ്യഘട്ടത്തിൽ എഴുതിയപ്പോൾ ഞാൻ സിവിൽ സർവീസിൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ തോറ്റുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ച രണ്ടാമത്തെ ശ്രമത്തിൽ ജയിക്കാൻ കഴിയും. രണ്ടാമത്തെ ശ്രമത്തിലും ഞാൻ തോറ്റുപോയി. അവസാനം മൂന്നാമത്തെ ശ്രമത്തിലാണ് എനിക്ക് സിവിൽ സർവീസ് കിട്ടുന്നത്. അപ്പോൾ ഈ 3 ശ്രമത്തിലും ഞാൻ 3 പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. പല വിധത്തിലുള്ള തോൽവികൾ നമുക്കുണ്ടാകുമ്പോൾ ആ തോൽവികളിൽ നിന്നും നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. ആ തോൽവികൾ കൊണ്ട് നമ്മൾ മനസ്സുമെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വിജയങ്ങൾ ചിലപ്പോൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് വരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾ വിജയിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ വിജയം മാത്രമായിരിക്കില്ല, ചെറിയ ചെറിയ പരാജയങ്ങളുണ്ടാവും, ചെറിയ ചെറിയ തോൽവികളുണ്ടാവും. ആ തോൽവികളെയെല്ലാം നിങ്ങൾ അതിജീവിക്കണം. അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങൾ മുമ്പോട്ട് പോകണം. അതിന് കൂടുതലായി നിങ്ങൾക്ക് സഹായം വേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും, അതുപോലെ അധ്യാപകരിൽ നിന്നും, അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നുമാണ്. പലപ്പോഴും 10-25 വയസ്സായി നമ്മൾ ഏതെങ്കിലും ഒരു ചടങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ജോലി ആയില്ലേ എന്നുള്ളത്. അത് ചെറിയൊരു ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും പല കുട്ടികളിലും ഇത് ഉണ്ടാക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി സമയം ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കൊടുക്കണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്. VPMSDP ഹയർ സെക്കൻഡറി കഴിമ്പ്രം വിദ്യാലയത്തിൽ വായന പക്ഷാചരണ സമാപനവും വായനാ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. ജൂൺ 19 വായനാ ദിനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും NSS യൂണിറ്റ് വിദ്യാരംഗവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുസ്തകപ്പയറ്റ് പുസ്തക ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. പരിപാടി എഴുത്തുകാരിയും അധ്യാപികയുമായ ലിൻഡ ചാനകി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ CS ദിലീപ് കുമാർ സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ AS സിന്ധു ആമുഖ പ്രഭാഷണം നടത്തി. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ KV അമ്പിളി, MN ബിന്ദു, സിന്ധുമോൾ, സുന്ദരൻ എന്നിവർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അധ്യാപകരായ മേഘ, അനുഷ, ലേഖ, വിനീത് ശേഖർ, VG സിന്ധു, PP ഷീബ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ VP കാവ്യ നന്ദി പറഞ്ഞു.
നാട്ടികയിലെ വ്യാപാര സ്ഥാപനത്തിലെ ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃപ്രയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ അടിയന്തര യോഗം ചേർന്നു. നാട്ടിക സെന്ററിന് വടക്കുവശം പ്രിൻസ് മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിൽ വെള്ളിയാഴ്ച 2 പേർ അതിക്രമിച്ചു കയറി സ്ഥാപനം അടിച്ചു തകർക്കുകയും സ്ഥാപന ഉടമയായ മധുസൂദനൻ, മകൻ അതേൽ കൃഷ്ണ, ജീവനക്കാരൻ എന്നിവരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. ഗുണ്ടാക്രമണത്തിൽ തൃപ്പയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ അടിയന്തര യോഗം ചേർന്ന് ശക്തമായി പ്രതിഷേധിച്ചു. സമാധാനപരമായി കച്ചവടം നടത്തുന്നതിന് സാഹചര്യം ഒരുക്കണമെന്ന് യോഗം അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞത് 100 MCFകൾ നിർമ്മിക്കണമെന്ന് മന്ത്രി MB രാജേഷ്. മതിലകം ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്ര ലിസ്റ്റിലുള്ള 5 കുടുംബങ്ങൾക്ക് ഭൂരേഖ കൈമാറി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൗമാരക്കാരായ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചിറക്കലിൽ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് മർദ്ദനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ചിറക്കൽ സെന്ററിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.